നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. ചികിത്സ തേടി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർക്ക് മരുന്നിനേക്കാൾ സാന്ത്വന ചികിത്സയാണ് വേണ്ടതെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വെട്ടം VRC ആശുപത്രിയിൽ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിറമരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മന്ത്രി വി അബ്ദുറഹിമാന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മൂലക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. വെട്ടം ഇല്ലത്തപ്പടിയിൽ CPI സ്ഥാപിച്ച കൊടിമരം സാമൂഹ്യ വിരുദ്ധർ തകർത്തു. പ്രതിഷേധ സൂചകമായി CPI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. മംഗലം ഗ്രാമപഞ്ചായത്തിൽ ചേന്നര വന്നേരിപ്പറമ്പിൽ മുജീബ് സ്മാരക അംഗൻവാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചത്. ഷാഫി പറമ്പിൽ MP-യെ പോലീസ് ആക്രമിച്ചുവെന്നാരോപിച്ച് തിരൂരിൽ പ്രതിഷേധം. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സിറ്റി ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവകക്ഷി റാലി നടത്തി. റാലിയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, മതസംഘടനകളിൽ നിന്നായി 100-ലധികം പേർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ചികിത്സ തേടി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് മരുന്നിനേക്കാൾ സാന്ത്വന ചികിത്സയാണ് വേണ്ടതെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വെട്ടം VRC ഹോസ്പിറ്റലിലെ ലോക മാനസികാരോഗ്യ ദിനത്തിൽ ആശുപത്രിയിലെ നവീകരിച്ച അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ജില്ലാ ജഡ്ജി രമേഷ് ഭായ് അധ്യക്ഷത വഹിച്ചു. വെട്ടം VRC ഹോസ്പിറ്റലിൽ ലോക മാനസികാരോഗ്യ ദിനത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ആശുപത്രിയുടെ നവീകരിച്ച അനക്സ് കെട്ടിടം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുവാനുള്ള, നമുക്ക് തന്നെ ആത്മധൈര്യം തരാനുള്ള ഒരു വിശ്വാസമാണ്. നമ്മളെല്ലാം മാനസികമായി ഫിറ്റാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ അത് ഒരു വിശ്വാസമാണ്. അങ്ങനെ തന്നെ ആവട്ടെ. ആ ഫിറ്റ്നസ് ഇല്ലാത്തവരാണ് ഇങ്ങനെ ഇവിടെ നമ്മുടെ ചികിത്സ തേടി എത്തുന്നത്. ചികിത്സ തേടി എത്തുന്നവർക്ക് നല്ല പരിചരണം ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ന് എന്നെക്കാൾ ഏറെ അറിയാവുന്നവരാണ് ഞങ്ങളെല്ലാവരും. അവരെ മരുന്നുകൊണ്ട് മാത്രമല്ല, മരുന്നിനേക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥത്തിലുള്ള സാന്ത്വന ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിട്ടയർഡ് ജില്ലാ ജഡ്ജി രമേഷ് ഭായ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹാസിഫ് സെയ്ദ്, B ഹരികുമാർ, ഗഫൂർ പിലിലീസ്, PK ഫാസിൽ, വെട്ടം ആലിക്കോയ, VRC ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ CM മുഹമ്മദ്, KT മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന ലോക മാനസികാരോഗ്യ ദിനാചരണ പരിപാടി മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് കണ്ണൂർ കാസർഗോഡ് ചെയർമാൻ M ശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തർക്കും അങ്ങനെ ഒരു കടമയുണ്ട്. പല ആൾക്കാരും ചില വീട്ടിൽ ഒരു ആൾക്കാരെ ഇങ്ങനെ ഒരു മാനസിക രോഗം എന്ന് പറഞ്ഞിട്ട് മുറിയിൽ വെട്ടിക്കെട്ട് കഴിഞ്ഞാൽ അത് ഒഫൻസാണ്. അത് പോലീസിനെ അറിയിക്കേണ്ട ഒരു നമുക്കൊരു ചുമതലയുണ്ട്. അവരെ അങ്ങനെ ഒരാൾ അനധികൃതമായി ആവശ്യമില്ലാതെ ഒരാൾ ഒരു വീട്ടിൽ പൂട്ടി കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ അത് പോലീസിനെ ഇൻഫോം ചെയ്താൽ പോലീസിന് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെ അറിയിക്കാം. മജിസ്ട്രേറ്റ് വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കാം. അതൊക്കെ നമ്മൾ പലർക്കും അറിയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. VRCയെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് എനിക്കൊക്കെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു. ഇങ്ങനൊരു സ്ഥാപനത്തിന് ഈ വെട്ടം പഞ്ചായത്തിലെ ഇതുപോലുള്ളൊരു റിമോട്ട് ഏരിയയിൽ എന്ത് സാധ്യതയാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ മോനാക്ക ഉൾപ്പെടെയുള്ള ആളുകൾ, ഇതിന്റെ ഡയറക്ടർമാരൊക്കെ ഒരുവിധം എല്ലാ ആളുകളും നമുക്ക് പരിചിതരാണ്. മോനാക്കാനെ പോലുള്ള ആളുകൾ, CM മുഹമ്മദ് എന്നാണ് പേര്, ഞങ്ങളെ മോനാക്കാനെ വിളിക്കുക. മോനാക്കാനെ പോലുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഈ സ്ഥാപനത്തെ ഇന്ന് നിലയിൽ എത്തിച്ചത്. ഫിലിപ്പ് മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തി. ഈ ലോക മാനസിക ദിനാചരണം ബന്ധപ്പെട്ടുകൊണ്ട്
ഒരു മനുഷ്യനെ എങ്ങനെ കാണണം, കേൾക്കണം, അവനെ സ്വീകരിക്കണമെന്ന് വലിയ ഒരു അർത്ഥവാക്യം ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഈ കഥയുടെ സാരം തന്തുവും അവസാനം ചെന്നെത്തി നിൽക്കുന്ന ഭാവവും പ്രശസ്തമാണ്. ഒരു ചായ കുടിക്കാൻ കൂട്ടിരിക്കുന്നിടത്ത്, ഒരുവിനെ കേൾക്കാൻ ഒരു അപരൻ ജീവിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യം നിലകൊള്ളുന്നത്. പലപ്പോഴും ഇന്ന് നമ്മളെല്ലാം ഒരുപക്ഷെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാം ഒരുപക്ഷെ മാനസിക രോഗികളാണ്. ഒരുപക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക, വൈകാരിക, ഗാർഹിക, മാനസിക പ്രശ്നങ്ങൾ ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം ഒരു മാനസിക രോഗാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പലപ്പോഴും. റിട്ടയർഡ് ജില്ലാ ജഡ്ജി രമേഷ് ബായി, ഡോക്ടർ KN നിപുൺ, C ഹരികുമാർ, T ഷാജി, KR ബിനു എന്നിവർ സംസാരിച്ചു. P സാന്ദ്രയും രോഷ്നിയും പ്രാർത്ഥന നടത്തി. കൈതപ്പൊലിയിൽ ലിസ കോളേജ് വിദ്യാർത്ഥികൾ ചൂരൽമല ദുരന്തം വിഷയമാക്കി സംഗീത നൃത്തശില്പവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, വെട്ടം. ജലജീവൻ മിഷൻ നിർമരുതൂർ പഞ്ചായത്തിലെ റോഡുകളെല്ലാം പൊളിച്ച് റീസ്റ്റോർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിർമരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മന്ത്രി V അബ്ദുറഹിമാന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മൂലക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് താന്നൂർ മണ്ഡലം സെക്രട്ടറി MP അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മന്ത്രി V അബ്ദുറഹിമാന്റെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും മുസ്ലിം ലീഗ് താന്നൂർ മണ്ഡലം സെക്രട്ടറി MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇസ്മായിൽ പുതുശ്ശേരി, ഷാഹിന നിയാസ്, KM നൌഫൽ, KP കോയമോൻ, P മുസ്തഫ, നിയാസ്, അക്ബർ, റഹ്മത്തുള്ള എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് താന്നൂർ. വെട്ടം ഇല്ലത്തപ്പടിയിൽ CPI സ്ഥാപിച്ച കൊടിമരം സാമൂഹ്യ വിരുദ്ധർ തകർത്തു. പ്രതിഷേധ സൂചകമായി CPI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. CPI വെട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വെട്ടം ഇല്ലത്തപ്പടിയിൽ CPI സ്ഥാപിച്ച കൊടിമരം സാമൂഹ്യ വിരുദ്ധർ തകർത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ലോക്കൽ സെക്രട്ടറി കിഷോർ വെട്ടം, മണ്ഡലം കമ്മിറ്റി അംഗം TV ഫാസിൽ, C സിദ്ദീഖ്, PP ഹർഷാദ്, വേമണ്ണ ബ്രാഞ്ച് സെക്രട്ടറി നന്ദൻ, റിജേഷ്, സുനീർ, റിനേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെട്ടം. മംഗലം ഗ്രാമപഞ്ചായത്തിൽ ചേന്നര വന്നേരിപ്പറമ്പിൽ മുജീബ് സ്മാരക അംഗനവാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടി നിർമ്മിച്ചത്. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ചു. മുജീബിന്റെ പിതാവ് ബാവ നൽകിയ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടി നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി സ്വാഗതം ആശംസിച്ചു. ഇബ്രാഹിം ചേന്നര, KT റാഫി, AK ബീരാൻകുട്ടി, ഷിഹാബ് കൂട്ടായി, P ഇസ്മായിൽ, സെക്കീന, ജയകുമാരി എന്നിവർ പ്രസംഗിച്ചു. M നൂർജഹാൻ, സുബൈദ സഹീർ, ജയകുമാരി, CMT സീതി, PP സൈദാലു, V അഷ്കർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് മംഗലം. ഷാഫി പറമ്പിൽ MPയെ പോലീസ് ആക്രമിച്ചുവെന്നാരോപിച്ച് തിരൂരിൽ പ്രതിഷേധം. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സിറ്റി ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചു. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കാളികളായത്. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സിറ്റി ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചു. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വെട്ടന്യൂസ് തിരൂർ. മംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവകക്ഷി റാലി നടത്തി. ചേന്നര NOC പടിയിൽ നിന്നും മംഗലത്തേക്ക് നടത്തിയ റാലിയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, മതസംഘടനയിൽ നിന്നായി 100 കണക്കിന് പേർ പങ്കെടുത്തു. മംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി പലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, K പാത്തുമ്മക്കുട്ടി, ഇബ്രാഹിം ചേന്നര, KT റാഫി, ഷിഹാബ് കൂട്ടായി, R മുഹമ്മദ് ഷെരീഫ്, ഇസ്മായിൽ പട്ടത്ത്, PT ബാലൻ, സബിന, സുബൈദ, നൂർജഹാൻ, ആസൂത്രണ സമിതി അംഗം CMT സീതി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് മംഗലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.